ദിവസം മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിക്കുന്നു. അസാധ്യമായവ സാധ്യമാകുന്നു. എപ്പോൾ? പരിശുദ്ധാത്മാവ് വന്നിറങ്ങുമ്പോൾ. പരിശുദ്ധാത്മാവ് വന്നിറങ്ങുമ്പോൾ അസാധ്യമെന്ന് കരുതിയത് സാധ്യമാകും. അപ്പൊ നമുക്കൊരു ചോദ്യം വരുവേ, പിന്നെ ഞങ്ങളിലോട്ട് എന്നതായി പരിശുദ്ധാത്മാവ് വരാത്ത? മാമോദീസ സ്വീകരിച്ചതാണ്, തൈലാഭിഷേകം സ്വീകരിച്ചതാണ്, കൂദാശ ജീവിതം ജീവിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പല ആവർത്തി ആത്മാവാം ദൈവമേ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്താ ഈ മറിയത്തിൽ നിറഞ്ഞ, ഈ ശിഷ്യന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാത്തത്? പരിശുദ്ധാത്മാവ്, ആത്മാവിന്റെ ശക്തി നമ്മളിൽ പ്രകടമാകാത്തത്? അതിന്റെ കാരണം കിടക്കുന്നത് 38 വാക്യമാണ്. ഇങ്ങനെ ചിന്തിച്ചേ, ഈ വന്ന പാറ്റേണും തലക്കേറ്റിക്കേ. ആദ്യം മറിയത്തിന്റെ ചോദ്യം, ഇതെങ്ങനെ നടക്കും? ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതെങ്ങനെ സംഭവിക്കും? അവിടുന്ന് ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ ഇവിടുന്ന് ചോദ്യം സ്വാഭാവികമായി ഉയരണം, എന്നിട്ടോ പരിശുദ്ധാത്മാവ് വന്നാൽ ഇത് നടക്കും? അപ്പൊ ഉത്തരം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. റൂഹ വരുമ്പോ അസാധ്യമായവ സാധ്യമാകും. അപ്പൊ ഇത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഒരു നമുക്ക് ചോദ്യം വരും, പിന്നെ എന്താ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഒന്നും വരാത്ത? ഈ അസാധ്യമായവ സാധ്യമാകാത്ത എന്താണ്? അതിന്റെ ഉത്തരം കിടക്കുന്നത് 38 വാക്യമാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി. എപ്പോൾ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ പിടിവാശികളില്ലാതെ, മസലുപിടുത്തമില്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ എളിമയോടെ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്നു, നമ്മളെ തന്നെ ഇങ്ങനെ തളർത്തിയിട്ട്, അങ്ങനെ തന്നെ മനസ്സിൽ കാണണം, പേശി ബലങ്ങളെ വിട്ടുകളഞ്ഞിട്ട്, നമ്മുടെ താല്പര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട്, എപ്പോ നമ്മളെ തന്നെ കർത്താവിന്റെ തിരുമുമ്പാകെ തളർന്നു വീഴാൻ അനുവദിക്കുന്നു, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് സറണ്ടറിങ് എപ്പോൾ പോസിബിൾ ആകുന്നോ, ആ സമയം തൊട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. ആ സമയം തൊട്ടാണ് റൂഹ പ്രവർത്തിക്കുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ഒരു കംപ്ലീറ്റ് സറണ്ടറിങ്ങിലേക്ക് നമുക്കും ഉയരാനുണ്ട്. ശരിക്കും റോമ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നമുക്കൊക്കെ നല്ല പരിചയമുള്ളതാണ്. റോമ 8:14-17 എടുത്തേ, ബൈബിൾ എടുത്തേ. അത് നമുക്കറിയാം, പക്ഷെ ഈ കോണ്ടെക്സ്റ്റ് ഇത്രയും കേട്ട സ്ഥിതിക്ക് അത് വായിക്കുമ്പോഴല്ലോ കുറച്ചുകൂടെ അത് നമുക്ക് അതിന്റെ അർത്ഥം വെളിപ്പെടുത്തി തരും. റോമ 8:14-17 വരെ ബൈബിൾ എന്നോടൊപ്പം എടുക്കുക. ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ എന്നോടൊപ്പം ഒരുമിച്ച് ആ ഭാഗം നിങ്ങളുടെ വീട്ടകത്തിരുന്നാണ് കൂടുന്നതെങ്കിൽ ഉറക്കെ വായിക്കുക. വീട്ടകങ്ങളിൽ വചനം മുഴങ്ങട്ടെ, വീട്ടകങ്ങളിൽ വചനം മുഴങ്ങട്ടെ. റോമ 8:14-17 വരെ ഇങ്ങനെയാണത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകും. അതായത് അതുവരെ ദാസരായിരുന്നു നമ്മളെ ആത്മാവ് എന്താക്കി മാറ്റി? ആത്മാവ് നമ്മളെ ദൈവമക്കളാക്കി മാറ്റി. അതായത് what was considered impossible is now possible through the Ruha the Kudusha, Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ അസാധ്യമായത് നമ്മളിൽ സാധ്യമാകുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഈ കേട്ടത് ഗൗരവത്തോടെ ഏറ്റെടുത്ത് ധ്യാനിക്കണം. അങ്ങനെ വരുമ്പോണ്ടല്ലോ ഇത് സംഭവിക്കുമ്പോൾ ഒടുവിൽ ദൂതൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് രസമാണ്. അതൊരു വാൽകഷ്ണം പോലെ എഴുതിയിട്ടിരിക്കുന്നതാണ്. ലൂക്ക 1:38 വാക്യത്തിന്റെ അവസാനം, ലൂക്ക 1:38 വാക്യത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മിഷൻ അക്കംപ്ലിഷ്ഡ്. വന്ന കാര്യം പൂർത്തീകരിക്കപ്പെട്ടു. ഇന്നത്തെ ആ സ്ട്രീം ഓഫ് തോട്ട് ഒന്ന് തലക്കേറ്റിക്ക്. എന്തൊക്കെയായിരുന്നു നമ്മുടെ ലൈഫിൽ നടക്കുന്നതിനെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതിനോട് നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ആദ്യത്തെ കാര്യം, ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വാട്ട്സ് നെക്സ്റ്റ്? ഇതെങ്ങനെ സംഭവിക്കും? സ്വർഗത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, എന്നിട്ട് എന്താകും? മൂന്നാമത്തെ കാര്യം, നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്.
ദൈവത്തിനൊന്നും അസാധ്യമല്ല. അസാധ്യമായവയെ സാധ്യമാക്കും. പിന്നെന്താ നമ്മുടെ ജീവിതത്തിൽ അത് കാണാത്തതിന്റെ കാര്യം? ഒരു കംപ്ലീറ്റ് സറണ്ടറിങ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സറണ്ടറിങ് എപ്പോ ദൈവത്തിന് മുമ്പാകെ നമ്മൾ നടത്തുന്നോ, ആ നിമിഷം തൊട്ട് കർത്താവ് ഇടപെടാൻ തുടങ്ങും. ആ നിമിഷം തൊട്ട് കർത്താവിന്റെ പദ്ധതി നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും. അന്നേരം സ്വർഗം പറയും, മിഷൻ അക്കംപ്ലീഷ്ഡ്. അത് നമ്മുടെ ജീവിതത്തിലും സാധ്യമാകട്ടെ. ഈ വിചാരങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.